സ്പിരിച്വാലിറ്റി എന്ന് പലർക്കും കേൾക്കുമ്പം അത് സന്യാസം എടുക്കണം, സന്യാസത്തിലൂടെ പറ്റുള്ളൂ എന്തൊരു ഭാവനയാൽ ഒരു തടസ്സം ഇട്ടുകൊണ്ട് പലരും ആദ്യം തന്നെ ആധ്യാത്മികതയിൽ ഇറങ്ങുമ്പം ആത്മീയപരമായി ഒന്നും സമ്പാദിക്കാതെ നിങ്ങളുടെ പരിവർത്തനത്തിനുള്ള തിരിച്ചറിവ് നിങ്ങൾ സ്വയമേ സമ്പാദിക്കുന്നതാണ്. അതിനുശേഷമാണ് ഇങ്ങനെയുള്ള സന്യാസം പോലുള്ള കാര്യങ്ങൾ ഉണ്ടാവുന്നത് തന്നെ. വെറുതെ ഒരു ഗുരു ആർക്കും സന്യാസം കൊടുക്കില്ല. ഒരാളുടെ തിരിച്ചറിവിൻ്റെ പുറത്ത് അവർക്ക് നേടിയെടുക്കാൻ കുറേ കാര്യങ്ങളുണ്ട്. അവർക്ക് കുറച്ച് ഊർജത്തിൻ്റെ ധാരാളം ആവശ്യമുണ്ട്. അതിനുവേണ്ടി അവർ സ്വയം എടുക്കുന്നൊരു തീരുമാനമാണ്. അല്ല നിർബന്ധപൂർവമോ അങ്ങനെയൊന്നും ചെയ്യുന്നതല്ല. ഉയർന്നൊരു അനുഭവത്തിൻ്റെയും ആത്മീയ സമ്പത്തിൻ്റെയും പുറത്ത് ചെയ്യുന്ന കാര്യങ്ങളാണ് സന്യാസം പോലെയൊക്കെ ഉള്ളത്. പിന്നെ നമ്മൾ സ്പിരിച്വാലിറ്റി എന്ന് എന്താ പറയുക, ഇന്നൊരു സാധന ചെയ്യുന്നുണ്ട്, നാളെ നമുക്ക് ഇനി അടുത്തത് മോക്ഷത്തിലേക്ക് പോകാൻ സന്യാസം, ഇങ്ങനൊന്നും നിങ്ങൾ ചിന്തിക്കരുത്. നിങ്ങൾ ധാരാളം സമ്പാദിക്കാൻ നോക്കുക സ്പിരിച്വലായിട്ടുള്ളത്. അതിന് ശേഷമാണ് നിങ്ങൾ ഇങ്ങനെയുള്ള കാര്യങ്ങളിലൊക്കെ ചിന്ത മതി. നമുക്കായിട്ടൊന്നും ചെയ്യാൻ കഴിയില്ല ഇവിടെ. നിങ്ങൾ ഇരുന്ന് കൊടുത്താൽ ഉള്ളിൽ അതിനുള്ള വെളിപാട് തന്നെ ഉണ്ടാവും. നമ്മൾ അല്പസാധന ചെയ്തു തുടങ്ങുമ്പോൾ തന്നെ ശിവരാത്രിക്ക് സാധന കൊടുത്തു തുടങ്ങിയുള്ളൂ. അപ്പോഴേ അവർ ചോദിക്കുന്നത് ഇനിയും എങ്ങനെയാ ഗുരുജി എൻ്റെ ഗൃഹസ്ഥം, ഇനി എനിക്ക് വീട് വിട്ടിറങ്ങണം. അങ്ങനൊന്നും ഒരിക്കലും ചെയ്യരുത്. നിങ്ങൾക്കൊരു നാവില് പഞ്ചസാര വെച്ചിട്ട് മതിരിക്കലെന്ന് പറയുന്ന പോലത്തെ അവസ്ഥയാണ് നിങ്ങൾ ഈ സ്പിരിച്വലി നിർബന്ധിച്ച് നിങ്ങൾ എന്തെങ്കിലും ചെയ്യുമ്പോൾ. നിങ്ങളൊരു ആനന്ദാനുഭൂതിയിൽ ഇരുന്നാൽ മാത്രമേ ഇതിൻ്റെയൊക്കെ യാഥാർത്ഥ്യം മനസ്സിലാക്കാൻ കഴിയുള്ളൂ. അപ്പം നിർബന്ധപൂർവം ഉള്ളതല്ല ഇതൊന്നും. അങ്ങനെ സന്യാസത്തിലേക്ക് പോയില്ലെങ്കിലും സന്യാസം ഒന്നും ഒരു തീരുമാനമല്ല. നിങ്ങളുടെ സ്വയത്തിൻ്റെ അനുഭവത്തിൻ്റെ പുറത്ത് നിങ്ങൾ സമ്പാദിക്കുന്നത് പോലെ ഉണ്ടാവുന്ന തന്നെ സംഭവിക്കുന്നത്. ഞാൻ പറയാറുണ്ട്, നമ്മൾ കാറ്റിനെ നമുക്ക് വരുത്താൻ കഴിയില്ല, പക്ഷെ കാറ്റിനെ നമുക്ക് നമ്മൾ അനുഭവിക്കുന്നത് പോലെ നമ്മുടെ ഉള്ളിൽ ആ ഒരു പ്രകാശം അത് നമ്മളിൽ മുട്ടുമ്പം നമുക്ക് എങ്ങനെ പോകണമെന്ന് നമുക്ക് തന്നെ അറിയാൻ കഴിയും. പിന്നെ ഒരു ഗുരു ഒപ്പം ഉള്ളപ്പം അതൊരു സംരക്ഷണമാണ്. ഒരു സുരക്ഷിതമായിട്ടുള്ളൊരിടത്താണ് നിങ്ങൾ ഇരിക്കുന്നതെങ്കിൽ അത് നോക്കിക്കോളും.